എന്നെയും അമ്മ ഭരതനാട്യം പഠിപ്പിച്ചു. ഞാൻ ഇമാജിൻ ചെയ്യായിരുന്നു. തിരയിലെ രൂപം വെച്ചിട്ട് ഇമാജിൻ ചെയ്യണം. ഈ രൂപം കുട്ടിയായിരുന്നപ്പോഴാ, ഇപ്പോഴല്ല, ചെറുപ്പത്തില്. ഇപ്പൊ ഉള്ള രൂപത്തിൽ ഇമാജിൻ ചെയ്യല്ലേ മോളെ. ഭരതനാട്യം എന്നിട്ട് സംഭവം എന്ന് വെച്ചാൽ ഈ നമ്മുടെ നാട്ടിലൊക്കെ ഭയങ്കര മത്സരമാണ്. കാരണം ഈ ക്ലാസിക്കൽ മ്യൂസിക്, ലൈറ്റ് മ്യൂസിക്, ഏട്ടന്റെ മാപ്പിള പാട്ടിലാണ് സ്റ്റേറ്റില് ഇത് സമ്മാനം കിട്ടുന്നത്. അങ്ങനെയാണ് ഏട്ടന്റെ ആ പാട്ട് കേട്ടിട്ടാണ്. പിന്നെ ഇതിനൊക്കെ ഗ്രേസ് മാർക്കും അന്ന് മറ്റേ ഗ്രേസ് മാർക്കും അതൊക്കെ ഉണ്ട്. 50 എത്രയോ SLCക്കൊക്കെ മാർക്കൊക്കെ ഉണ്ട്. അപ്പൊ ഇത് പിന്നെ ലീവ് കിട്ടും, പാട്ട് പാടുന്ന കുട്ടി എന്നൊക്കെ രീതിയിൽ ഭയങ്കര ഇതൊക്കെയാ, സ്റ്റാർ ആവാലോ. അങ്ങനെ ഞാൻ ലൈറ്റ് മ്യൂസിക്, ക്ലാസിക്കൽ മ്യൂസിക്, മലയാള പദ്യം, മറ്റേ മലയാള റെസിറ്റേഷൻ, ഇംഗ്ലീഷ് റെസിറ്റേഷൻ, ഇങ്ങനെ കുറേ ഇവന്റ് പിടിക്കണം. അങ്ങനെ അമ്മ ഇതേപോലെ പറഞ്ഞു, ഇനി ഡാൻസും കൂടെ ഉണ്ടെങ്കിലേ, ആരും പറഞ്ഞു ഡാൻസ് ഉണ്ടെങ്കിൽ ഹിറ്റ് ആവാൻ സാധ്യത ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഞാനും ഏട്ടനും ഡാൻസ് പഠിച്ചു. എത്ര കാലം പഠിച്ചു? 3 ദിവസം. അങ്ങനെ ഡാൻസ് ചെയ്യുന്ന കലാതിലകങ്ങളോടുള്ള ഇഷ്ടത്തിൽ നിന്നാണോ നവ്യ നായരോടൊക്കെ ഇഷ്ടം? റൂട്ട് അതാണ്. ഓക്കെ.